Good evening, all. Today is the 7th day of JSA coaching conducted by UniBiosys. Today's section is conducted by Shilpa K. Pai. She has done her post-graduation in pharmaceutical chemistry and has worked as a lecturer at Sacred Heart College. Over to you, ma'am. Yeah, thank you so much. Good evening, all. My name is Shilpa. So today we'll be starting with chemistry topics. So first of all, I'd like to know, ഇതിൽ എത്ര പേര് +2 കഴിഞ്ഞിട്ട് കെമിസ്ട്രി ഫീൽഡായിട്ട് ബന്ധമുള്ള എത്ര പേരുണ്ട്? ലൈക്ക് BSc-ലോ MSc-ലോ കെമിസ്ട്രി ചെയ്തവർ എത്ര പേരുണ്ട് ഇതിൽ? ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാം. ഹലോ, ഓക്കെ, ഒരാളേ ഉള്ളൂ. ബാക്കിയുള്ളവർ വേറെ ഡിഫറെൻറ്റ് ഫീൽഡ്സ് ആയിരിക്കും അല്ലേ? സോ കെമിസ്ട്രി അപ്പോൾ നമ്മൾ ബേസിക് ലെവൽ തൊട്ടാണ് എന്തായാലും ഞാൻ ക്ലാസ്സസ് പ്ലാൻ ചെയ്തേക്കുന്നത്. ബിക്കോസ് ഐ നോ ദർ ആർ മെനി പീപ്പിൾ ഹിയർ, ലൈക്ക് ദർ ഇസ് ഓൺലി വൺ ആതിര ഹൂസ് ഡൂയിങ് കെമിസ്ട്രി. സോ ഓൾ ദ റെസ്റ്റ് യു മൈറ്റ് ഹാവ് ബീൻ ഡൂയിങ് കെമിസ്ട്രി ഓൺലി ടിൽ +2 വരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുള്ളൂ അല്ലേ? സോ നമ്മൾ എന്തായാലും ഒരു ബ്രഷപ്പ് ചെയ്യണമല്ലോ. നമ്മുടെ +2 കെമിസ്ട്രി തന്നെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കണ പോലെയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് എന്തായാലും പ്ലാൻ ചെയ്തേക്കുന്നത്. So today we have lots of topics to cover, but today I will be starting off with a simple topic which is chemical bonding. Okay, so ഞാൻ present ചെയ്യുവാണ്. Okay, ഒരു മിനിറ്റ്. Okay. Okay, I hope you can see the screen. കാണാമോ? Can somebody unmute? Okay, thank you. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ യു ഹാവ് ടു അൺമ്യൂട്ട് ആൻഡ് ടെൽ, ബിക്കോസ് ഞാനിവിടെ PPT ഓൺ ആക്കി വെച്ചേക്കുന്നുണ്ട്. ഐ കനോട്ട് സീ യുവർ മെസ്സേജസ്. ഓക്കെ, സോ കെമിക്കൽ ബോണ്ടിങ് ഇത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. സോ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് അബൌട്ട് ദ ബോണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് എ കെമിക്കൽ ബോണ്ട്? നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുമെങ്കിൽ ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലേ? എങ്ങനെയാണ്? ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. A bond results from the attraction of nuclei for electrons. So ഇതിനു മുമ്പ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു. സോ വാട്ട് ഈസ് ആറ്റം? ഒരു ആറ്റമിൽ there is a nucleus and there are shells which contain electrons which move in a fixed orbits. ഇങ്ങനെയാണ് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചത് അല്ലെ? സോ ഈ ന്യൂക്ലിയസിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. പ്രോട്ടോൺസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ്. ആൻഡ് ന്യൂട്രോൺസ് ആർ ചാർജ്ലെസ്. ഓക്കെ, സോ പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ് ആൻഡ് ഇലക്ട്രോൺസിന് ചാർജോ? ഇലക്ട്രോൺസിന് ചാർജ് നെഗറ്റീവ് ആണ്. ഓക്കെ, ഡോണ്ട് ഫൊർഗെറ്റ് ഇലക്ട്രോൺസിന് ചാർജ് നെഗറ്റീവ് ആണ്. So a bond results from the attraction of nuclei, that is positive ചാർജും നെഗറ്റീവ് ചാർജും തമ്മിലുള്ള അട്രാക്ഷൻസ് ആണ് ബോണ്ടിന് കാരണമാവുന്നത്. ഓക്കെ, ഓൾ ആറ്റംസ് ആർ ട്രൈയിങ് ടു അച്ചീവ് എ സ്റ്റേബിൾ ഒക്ടറ്റ്. അപ്പൊ എന്തിനാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്? ഒരു ഒക്ടറ്റ്. ഒക്ടറ്റ് എന്ന് പറയുമ്പോൾ 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അതെന്താണ് ഈ 8 ഇലക്ട്രോൺ എന്ന് പറയുന്നത്? നമുക്ക് ഒരു ആറ്റമില് ആറ്റം, ന്യൂക്ലിയസ്, പിന്നെ കുറെ ഷെൽസ് ഉണ്ട് അല്ലെ? K, L, M, N ഇങ്ങനെ ഷെൽസ് ഒരുപാടുണ്ട്. അപ്പൊ ഈ K ഷെല്ലില് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി ഫിൽഡ് ആർ 2. പിന്നെ L-ല് 8, M-ല് 8, അങ്ങനെ ഇറ്റ് ഗോസ് ഓൺ. സോ ഈ 8 ഇലക്ട്രോൺ അല്ലെങ്കിൽ ആ ഷെല്ല് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫിൽ ചെയ്യാൻ പാകത്തിന് വേണ്ടിയിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അതാണ് ഈ സ്റ്റേബിൾ ഒക്ടറ്റ് എന്ന് പറയുന്നത്. അത് ഫുൾ ഇലക്ട്രോൺസ് ഫിൽഡ് ആണെങ്കിൽ പിന്നെ അത് സ്റ്റേബിൾ ആണ്, പിന്നെ അത് ഒന്നും റിയാക്ട് ചെയ്യത്തില്ല. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓൾ ആറ്റംസ് ആർ ട്രൈങ് ടു അച്ചീവ് എ സ്റ്റേബിൾ ഒക്ടറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇൻ അതർ വേർഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദ പ്രോട്ടോൺസ് പോസിറ്റീവ് ഇൻ വൺ ന്യൂക്ലിയസ് ആർ അട്രാക്റ്റഡ് ടു ദ ഇലക്ട്രോൺസ് ഇൻ ദ അനദർ ആറ്റം. ഇതിന് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയും. അത് ഞാൻ അടുത്ത സ്ലൈഡിൽ വരുമ്പോഴത്തേക്കും ഇനി വരും, ഞാൻ പറയാം.
So, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് there are three major types of bonds that I am discussing here. One is ionic bond, metallic bond and covalent bond. അപ്പോൾ അയോണിക് ബോണ്ട് എന്ന് പറയുമ്പോൾ ഫോംസ് അയോണിക് കോമ്പൗണ്ട്സ്. ഇതെന്താണ് പറയുന്നത്? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്, വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയും. ഈ വാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അടുത്ത സ്ലൈഡിൽ ഞാൻ പറയാം. ഓക്കെ, സോ ഇറ്റ് ഇസ് ബേസിക്കലി ദ കംപ്ലീറ്റ് ട്രാൻസ്ഫർ. ആ വേർഡ് മറക്കരുത്. ഇറ്റ് ഇസ് ദ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം വൺ ആറ്റം ടു അനദർ. That results in the formation of ionic bond. പിന്നെ മെറ്റാലിക് ബോണ്ട്, ഇറ്റ് ഇസ് ബേസിക്കലി ദ ഫോർമേഷൻ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ ടു മെറ്റൽ ആറ്റംസ്. ഓക്കെ, അത് അത്രേ ഉള്ളൂ. ഇനി കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എന്താണ്? ദ വേർഡ് ഇസ് കീ വേർഡ് ഹിയർ ഇസ് ഷെയറിംഗ്. കംപ്ലീറ്റ് ട്രാൻസ്ഫർ അല്ല, അത് ഷെയർ ആണ് ചെയ്യുന്നത്. ദ ഷെയറിംഗ് ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് കോവാലന്റ് ബോണ്ട്. ഓക്കെ, സോ ഇനി ഓരോ ബോണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. So what is ionic bonding? Okay, ionic bonding ഞാൻ പറഞ്ഞു, complete transfer of electrons from one atom to another. It is always formed between metal cations and non-metal anions. Okay, this is very important. എന്താണ് പറയുന്നത്? മെറ്റൽസ് എന്ന് പറയുന്നത്, മെറ്റൽസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഗോൾഡ്, സിൽവർ, മാഗ്നീഷ്യം, പിന്നെന്താണ്? സോഡിയം. ഇതൊക്കെയാണ് മെറ്റൽസിന് എക്സാമ്പിൾ. Metals are generally electropositive. കണ്ടോ, മെറ്റൽസിന് ഇവിടെ പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഭയങ്കര ദാനശീലരാണ്. അവരവരുടെ ഇലക്ട്രോൺസ് എപ്പോഴും കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. സോ ദേ ആർ ഓൾവേസ് ഇലക്ട്രോപോസിറ്റീവ്. At the same time, non-metals such as halogens, chlorine, fluorine, ഇവരൊക്കെ പോലത്തെ എലമെന്റ്സ്, ഇവരെന്താ ചെയ്യുന്നത്? They always receive electron or gain electron. അപ്പൊ ഒരാൾ കൊടുക്കാനും ഒരാൾ മേടിക്കാനും ഉണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ബോണ്ട് എന്തായിരിക്കും? അയോണിക് ബോണ്ട്. അതായത് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ആയിരിക്കും പറ്റുന്നത്. ഓക്കെ, സോ ദ എക്സാമ്പിൾ, ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞേ ആരെങ്കിലും. അയോണിക് ബോണ്ടിങ്ങിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. സോഡിയം ക്ലോറൈഡ്. വെരി ഗുഡ്, യെസ്, സോഡിയം ക്ലോറൈഡ്. സോഡിയം ഇസ് എ മെറ്റൽ, Na+ ആവും. ക്ലോറിൻ ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോഴത്തേക്കും ക്ലോറിൻ മൈനസ്, Cl മൈനസ് ആവും. ഓക്കെ, സോ അതാണ് അയോണിക് ബോണ്ടിങ്. ഇനി വരുന്നത് കോവാലന്റ് ബോണ്ടിങ്. അപ്പൊ എന്താണ് കോവാലന്റ് ബോണ്ടിങ്? ദ ആറ്റംസ് ഫോം എ കോവാലന്റ് ബോണ്ട് ബൈ ഷെയറിംഗ്. ഞാൻ പറഞ്ഞു അല്ലെ, ഷെയറിംഗ് ദർ വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ ചെയ്യുന്നത് ടു അറ്റൈൻ എ സ്റ്റേബിൾ ഒക്ടറ്റ് ഓഫ് ഇലക്ട്രോൺസ്. ഇനി നമ്മൾക്കറിയാം ഈ കോവാലന്റ് ബോണ്ട് ആവട്ടെ, അയോണിക് ബോണ്ട് ആവട്ടെ, എന്താവട്ടെ, നമുക്ക് ഫോം ചെയ്യുന്ന ഫൈനൽ എന്തായിരിക്കും? വി ഗെറ്റ് മോളിക്യൂൾസ്. യെസ്, വി ഗെറ്റ് മോളിക്യൂൾസ്. ഇനി ഇത് നമ്മൾ ഡോട്ട് ഡയഗ്രാംസ് വെച്ചിട്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഞാൻ പറയാത്ത, നേരത്തെ ഞാൻ ലിസ്റ്റ് പറഞ്ഞപ്പോൾ ഐ ജസ്റ്റ് സെഡ് മെറ്റാലിക് ബോണ്ട്, കോവാലന്റ് ആൻഡ് അയോണിക്. ബട്ട് ഞാൻ ഒരു ബോണ്ട് ഞാൻ ഇത് പറഞ്ഞിട്ടില്ല, ദാറ്റ് ഇസ് പോളാർ ബോണ്ട്സ്. അപ്പൊ എന്താണ് ഇത്? ദീസ് ആർ കൈൻഡ്സ് ഓഫ് കോവാലന്റ് ബോണ്ട് ബട്ട് വിത്ത് അയോണിക് ക്യാരക്ടർ. അതായത് എന്താണ്? അതിന് ഷെയർ ചെയ്യാൻ വേണം, പക്ഷെ കംപ്ലീറ്റ് കൊടുക്കാനും താല്പര്യമുണ്ട്, പക്ഷെ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു കേസ് വരുമ്പോഴാണ് പോളാർ ബോണ്ട് എന്ന് പറയുന്നത്. ഈ പോളാർ ഈ വേർഡിൽ തന്നെ ക്ലിയർ ആണ്. സോ വി നോ വാട്ട് ആർ പോൾസ്. പോൾസ്, നോർത്ത് പോൾ, സൗത്ത് പോൾ. എന്താണ്? കംപ്ലീറ്റ് എക്സ്ട്രീം എന്നൊരു വാക്കിനെ സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ് പോളാർ എന്ന് പറയുന്നത്. അപ്പൊ പോളാർ എന്ന് പറയുമ്പോൾ എന്താണ്? അൺഈവൻ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് due to the difference in electronegativity. അത് electronegativity എന്ന് പറയുമ്പോൾ എന്താണ്? It is actually the force that leads to pulling of electron towards itself. അത് ഞാനിവിടെ ഒരു എക്സാമ്പിൾ രീതിയിൽ പറഞ്ഞുതരാം. See, this is the molecule of carbon dioxide. Okay, carbon dioxide. ഈ ഇലക്ട്രോൺസ്, ഈ ഡോട്ട് ഒക്കെ എങ്ങനെ വന്നു എന്ന് നമുക്ക് പഠിക്കാം. സോ കാർബൺ ഡൈ ഓക്സൈഡില് സി ഓക്സിജൻ ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അതായത് അതിനിഷ്ടം ഇലക്ട്രോൺസിന് അതിന്റെ അടുത്തേക്ക് പുൾ ചെയ്ത് പിടിക്കുക എന്നാണ് അതിനിഷ്ടം. അപ്പൊ ഇലക്ട്രോൺസിന് അതിന്റെ അടുത്തേക്ക് പുൾ ചെയ്ത് പിടിക്കുമ്പോൾ എന്താ പറ്റണേ? അവിടെ ഇലക്ട്രോൺസിന്റെ ചാർജ് നമുക്കറിയാം, ഇറ്റ്സ് നെഗറ്റീവ്. സോ ദ ടോട്ടൽ ചാർജ് ഓഫ് ദിസ് ഓക്സിജൻ ഗെറ്റ്സ് ഡെൽറ്റ നെഗറ്റീവ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ പാർഷ്യൽ നെഗറ്റീവ് ക്യാരക്ടർ. ഓക്കെ, പക്ഷേ അതേപോലെയാണ് ഈ സൈഡിലുള്ള ഓക്സിജനും. സി, ഇറ്റ് പുൾസ് ദ ഇലക്ട്രോൺ ടുവേർഡ്സ് ഇറ്റ്സെൽഫ്. അതാണ് അതിനിഷ്ടം.
So because oxygen is more electronegative, it pulls electrons towards itself to gain a partial negative character. കണ്ടോ, നമുക്ക് അയോണിക് ആണെങ്കിൽ ഇവിടെ നമുക്ക് മൈനസും ഇവിടെ കംപ്ലീറ്റ്ലി പ്ലസ് എന്ന് ഇടാമായിരുന്നു. പക്ഷെ ഇവിടെ കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നില്ല. ഇതിൽ തന്നെ ഇലക്ട്രോൺസ് ഉണ്ട്, ബട്ട് ഇതിന്റെ അടുത്തേക്ക് വലിച്ചു പിടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് വൈ ദർ ഇസ് എ പാർഷ്യൽ നെഗറ്റീവ് ക്യാരക്ടർ ഇൻ ദിസ് കേസ്. ഇനി ഈ കാർബന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാർബന്റെ അടുത്ത് 4 ഇലക്ട്രോൺസ് അതിന്റെ അടുത്ത് എന്തായാലും ഉണ്ടായിരുന്നു, അതെ. പക്ഷെ ഈ ഓക്സിജൻ വന്നപ്പോഴത്തേക്കും, since oxygen is more electronegative than carbon, it loses electrons from its vicinity. അതിന്റെ അടുത്ത് നിന്ന് അതിന് നഷ്ടപ്പെടുന്നു. So what happens? It gains a partial positive character. Okay, so this is due to the electronegativity difference in this bond. അപ്പൊ ഇതിന് പറയുന്ന പേരാണ് പോളാർ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ അതിനൊരു ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടോ, നോക്കിയേ, ഈ ആള് ഭയങ്കര വീക്കാണ്. അറ്റ് ദ സെയിം ടൈം ഈ ആള് നോക്കിയേ ഭയങ്കര സ്ട്രോങ് ആണ്. വി ക്യാൻ ഷെയർ, ബട്ട് ഐ വാണ്ട് ഇറ്റ് ക്ലോസർ ടു മീ. കണ്ടോ, അതായത് കൊച്ചു പിള്ളേർ തമ്മിൽ തല്ല് പിടിക്കണ പോലെയല്ലേ, എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്, പക്ഷെ കൂടുതലും എന്റെ അടുത്തേക്ക് വെച്ചാൽ മതി എന്നൊരു ഇതിലാണ്. അപ്പൊ ഈ ബോയിന് വേണ്ടിയിട്ടാണ് രണ്ടുപേരും തല്ല് പിടിക്കുന്നത്. ബട്ട് സിൻസ് ദിസ് മാൻ ഓർ ദിസ് ഗൈ ഇസ് more stronger than this guy, this bow is seen to be closer to this guy. Okay, അതാണ് നമുക്ക് പോളാർ ബോൺസിന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഇലക്ട്രോ നെഗറ്റിവിറ്റി. നമുക്കറിയാം പീരിയോഡിക് ടേബിള് നമുക്ക് നല്ലോണം പരിചിതമായ ഒരു കേസാണ് പീരിയോഡിക് ടേബിൾ. ഏത് എക്സാമിന് പോകുമ്പോഴും നമുക്ക് പീരിയോഡിക് ടേബിൾ മാക്സിമം പഠിച്ചു വെക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, കാരണം നമുക്ക് ഒരു എലമെന്റ് തന്നു, എന്നിട്ട് അതിന്റെ കോൺഫിഗറേഷനോ അതിന്റെ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് അതിന്റെ ആറ്റോമിക് നമ്പർ ആയിരിക്കും ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, സോ ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് എങ്ങനെയാണ് ഇത് ഈസി ആയിട്ട് പഠിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ആസ് ഓഫ് നൗ ഐ എം ഡീലിംഗ് വിത്ത് ദ ഇലക്ട്രോ നെഗറ്റിവിറ്റി ട്രെൻഡ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ നോക്കിയേ, വി നോ ദാറ്റ് ഈ ഡയഗ്രാമില് ബ്ലൂ ഇൻഡിക്കേറ്റ്സ് ലോ ഇലക്ട്രോനെഗറ്റിവിറ്റി ആൻഡ് റെഡ് ഇൻഡിക്കേറ്റ്സ് ദ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. So as we move towards the right of the periodic table or towards the right of the period, what happens? Period, ഞാൻ ഒരു വാക്ക് ഉപയോഗിച്ചു, period. So what are periods? Period is something like horizontal ആയിട്ട് മൂവ് ചെയ്യുന്നത്. There are 7 periods in a periodic table and this is groups. Okay, അപ്പൊ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 18 ഗ്രൂപ്പ്സ് ഉണ്ട്. ഓക്കെ, സോ as we move towards the right of the period, what we see is that the electronegativity of the elements increases. കണ്ടോ, increases. ബട്ട് ഈ ഒരു കേസിൽ ഇവിടെ നോക്കിയേ, ഫ്ലൂറിൻ, ഈ ഫ്ലൂറിന്റെ കേസിലാണ് മാത്രമാണ് റെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. That is, fluorine is the most electronegative element in the periodic table. Okay, ബാക്കി ഒന്നിനും ഇത്രയും electronegativity ഇല്ല, but fluorine is the most electronegative element in the periodic table. പിന്നെ ഇതിന് നമുക്ക് എടുക്കാവുന്നത് നോക്കിയേ, ഈ ലാസ്റ്റ് ലൈൻ നോക്കിയേ, there is no color at all. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ദിസ് ഇസ് ഓൾറെഡി സ്റ്റേബിൾ, ഇറ്റ് ഹാസ് ഓൾറെഡി കംപ്ലീറ്റഡ് ഇറ്റ്സ് ഒക്ടറ്റ്. ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ലാസ്റ്റ് ഷെല്ലില് എന്തായാലും ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പൊ അതിന് കൊടുക്കാനും താല്പര്യമില്ല, മേടിക്കാനും താല്പര്യമില്ല. എന്റെ വയറ് നിറഞ്ഞു എന്ന് പറയുന്ന പോലത്തെ എലമെന്റ്സ് ആണ് ദീസ് എലമെന്റ്സ്. ഓക്കെ, അതേപോലെ ഇവിടെ ദീസ് എലമെന്റ്സ് ആർ ഓൾസോ ഓഫ് ദോസ് ടൈപ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും what we understand is the electronegativity increases. Okay, ഇനി കോമൺ ആയിട്ട് കുറച്ച് ഇലക്ട്രോനെഗറ്റിവിറ്റീസ്. ഹൈഡ്രജന്റെ 2.1 കണ്ടോ, ഇത് താഴോട്ട് പോകും തോറും electronegativity increases. ഫ്ലൂറിൻ എത്തുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഫ്ലൂറിൻ is the most electronegative element and the electronegativity of fluorine is 4. Okay, 4 is the highest value. പിന്നെ താഴോട്ട് പോകുമ്പോൾ നോക്കി അത് കുറഞ്ഞാണ് പിന്നെയും വരുന്നത്. ഓക്കെ, ഇതിന്ന് കുറച്ച് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഈ പാർഷ്യൽ പോസിറ്റീവ് ചാർജും പാർഷ്യൽ നെഗറ്റീവ് ചാർജും എന്നൊക്കെ അല്ലെ. അപ്പൊ ഈ സെപ്പറേഷൻ എന്ന് പറയുന്ന പേരാണ്, ദാറ്റ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊളാരിറ്റി. പൊളാരിറ്റി എത്രത്തോളം
പോളാർ ആണ്. അതായത് എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് ഈ പോസിറ്റീവ് ചാർജ്, പാർഷ്യൽ പോസിറ്റീവും പാർഷ്യൽ നെഗറ്റീവ് ചാർജും തമ്മിൽ എന്ന് പറയുന്ന ആ ഒരു പാരാമീറ്ററിന് നമ്മൾ പറയുന്ന പേരാണ് ബോണ്ട് ഡൈപോൾ മൂവ്മെന്റ്. ഓക്കെ, സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സെപ്പറേഷൻ ഓഫ് ചാർജസ് ഫോർ ദിസ് ബോണ്ട് is called the bond dipole moment. It is represented by mu. Okay, അപ്പൊ കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ വരക്കുന്നത്. See, since this is more electronegative, the electrons are tended to pulled towards this element. അതുകൊണ്ടാണ് arrow towards it വരുന്നത്. അപ്പൊ നോക്കിയേ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിബൈ ആണ്. ഓക്കെ, ഡിബൈ. അപ്പൊ ഇത് നോക്കിയേ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് അത് 1.91 ഡിബൈ ആണ്. ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ 1.08 ഡിബൈ ആൻഡ് ഹൈഡ്രജൻ ബ്രോമൈഡിന്റെ 0.80 ഡിബൈ ആണ്. ഓക്കെ, സോ സീ ദ ഡിഫറൻസ്. 1.91 ഇന്ന് 1.08 ആയി, പിന്നെ 0.80 ആയി. ഈ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ എന്നൊക്കെ പറയുന്നത് ഒരേ ഗ്രൂപ്പ് 17 അണ്ടർ വരുന്ന എലമെന്റ്സ് ആണ്. ദേ ആർ സപ്പോസ് ടു ഹാവ് ഓൺലി ലിറ്റിൽ ഡിഫറൻസ്. ബട്ട് ഇവിടെ നോക്കിയേ ഭയങ്കര ഡിഫറൻസ് ആണ് അല്ലെ. ഇതിന്റെ കാരണം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഫ്ലൂറിൻ ഇസ് വെരി ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഓൾ ഓഫ് ദ എലമെന്റ്സ് അല്ലെ. അത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയൊരു റീസൺ. അതായത് ഫ്ലൂറിൻ അത്രയും ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഇതിന്റെ ഇലക്ട്രോൺസ് മൊത്തത്തിൽ അങ്ങോട്ട് ഫ്ലൂറിൻ വലിച്ചു പിടിക്കും. അങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഇല്ല, ഇതിന് ഭയങ്കര പോസിറ്റീവ് ചാർജും ഇതിന് അത്രത്തോളം തന്നെ നെഗറ്റീവ് ചാർജ് വരും. അപ്പൊ ആ ഡിഫറൻസ് ആണ് 1.91 ഡിബൈന് കാരണമായിട്ട് വരുന്നത്. ബട്ട് ഇതേ കേസ് ഇവിടെ നോക്കിയേ ഹൈഡ്രജൻ ബ്രോമിനും തമ്മിൽ അത്രയും പുള്ളിങ് അല്ലെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഇല്ല. ഉണ്ട്, പക്ഷെ കമ്പയർഡ് ടു ഫ്ലൂറിൻ ആൻഡ് ഹൈഡ്രജനും ബ്രോമിനും തമ്മിൽ അത്രയും ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഫോംസ് ഓൺലി 0.80 ഡിബൈ. ഓക്കെ, സോ അതാണ് ബോണ്ട് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒറ്റ സ്ലൈഡേ ഉള്ളൂ ഇത്. ദിസ് ഇസ് മെറ്റാലിക് ബോണ്ടിങ്. ഇതെന്താണ്? ഓൾവേസ് ഫോംഡ് ബിറ്റ്വീൻ ടു മെറ്റൽസ് ആണ്. മെറ്റൽസും ഇലക്ട്രോൺസും ഒക്കെ ഉണ്ട് ഇതില്. അപ്പൊ ഗോൾഡും സോളിഡ് ഗോൾഡും സിൽവർ, ലെഡ് ഇതൊക്കെ തമ്മിൽ ഫോം ചെയ്യുന്ന ബോണ്ടാണ് മെറ്റാലിക് ബോണ്ട്. ഇത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതില്ല. ഇനി ഞാൻ ജസ്റ്റ് ഒരു പീരിയോഡിക് ടേബിൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തു. അത്രയും ക്ലിയർ അല്ലാന്ന് തോന്നുന്നു. ബട്ട് ഐ ഹോപ്പ് യു ക്യാൻ സീ there are എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? there are 18 groups and there are 7 periods. ഓക്കെ, ഇനി ഞാൻ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇത് ഞാൻ ഒരു ക്ലാസ് വെക്കും, പക്ഷെ എന്നാലും ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ the periodic table has totally 118 elements and it is basically divided into 4 blocks. So ഇത് എന്താണ്? എസ് ബ്ലോക്ക് ആണ്. ഈ രണ്ട് 1ഉം 2ഉം തമ്മിലുള്ളത് എസ് ബ്ലോക്ക് ആണ്. പിന്നെ തേർഡ് ഗ്രൂപ്പ് മുതൽ 12th ഗ്രൂപ്പ് വരെയുള്ള എലമെന്റ്സ്, ഇത്രയും എലമെന്റ്സ് ബിലോങ് ടു ഡി ബ്ലോക്ക്. പിന്നെ ഇവിടം തൊട്ട് 13 മുതൽ 18 വരെയുള്ളത് പി ബ്ലോക്ക്. പിന്നെ താഴെയുള്ളത് ഇത് എഫ് ബ്ലോക്ക് ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഈ ലെങ്താനം 57 കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് കണ്ടോ? ഡി ബ്ലോക്കിൽ 72 ആണ്. 57 കഴിഞ്ഞിട്ട് പിന്നെയുള്ള എലമെന്റ്സ് മൊത്തം നമ്മള് എഫ് ബ്ലോക്കിലാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. കാരണം എന്താണ്? ഈ പീരിയോഡിക് ടേബിൾ ഫോം ചെയ്തേക്കുന്നത് 1 ബേസ്ഡ് ഓൺ ദർ അറ്റോമിക് നമ്പർ, അറ്റോമിക് മാസസ്, പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ 57 കഴിഞ്ഞിട്ട് കുറെ എലമെന്റ്സ് സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു വെൻ കമ്പയർ ടു ദ 72, 73 എലമെന്റ്സ് ഒക്കെ. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്ലോക്ക് ആയിട്ട് വെച്ചേക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻസൈഡ് ദ ഡി ബ്ലോക്ക്. ഓക്കെ, ഇനി ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇത് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് പഠിക്കാന്നുള്ളത് പറഞ്ഞുതരാം. സോ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇത് പറയുവാണെങ്കിൽ ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് കോൾഡ് എസ് ആൽക്കലി മെറ്റൽസ് എന്ന് പറയും. ഫസ്റ്റ് ഗ്രൂപ്പിന് നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറയും. സെക്കൻഡ് ഗ്രൂപ്പിന് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയും. പിന്നെ ഈ ഫോർത്ത് ഗ്രൂപ്പ് മുതൽ നമുക്ക് ട്രാൻസിഷൻ മെറ്റൽസ് അല്ലെങ്കിൽ ഡി ബ്ലോക്കിന് പറയുന്ന വേറൊരു പേരാണ് ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറയും. പിന്നെന്താണ്? പിന്നെ ഇതൊക്കെ ഈ 17th ഗ്രൂപ്പിന് പറയണതാണ് ഹാലജൻസ് എന്ന് പറയും. പിന്നെ 18th നോബിൾ ഗ്യാസസ് ദേ ഡു നോട്ട് റിയാക്ട് വിത്ത് എനി അതർ എലമെന്റ്സ്. അതുകൊണ്ടാണ് അവര് നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. പിന്നെ ഈ എഫ് ബ്ലോക്കിൽ ഈ യെല്ലോ ആയിട്ടുള്ളതിന് ആക്ടിനൈറ്റ്സ് എന്ന് പറയും, ലാന്തനൈറ്റ്സ് എന്ന് പറയും.
അടുത്തത് ആക്ടിനൈറ്റ്സ്. ഇതിന് കാരണം എന്താണ്? കണ്ടോ, 57th എലമെന്റ് ഇസ് ലെന്താനം, അതുകൊണ്ടാണ് ലാന്തനൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നോക്കിയേ, അടുത്തത് ആക്ടീനിയം ആണ്. ആക്ടീനിയം ആയതുകൊണ്ട് അതിന്റെ കണ്ടിന്യൂഷൻ വരുന്നത് എല്ലാം ആക്ടിനൈറ്റ്സ് എന്ന് പറയുന്നു. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് പീരിയോഡിക് ടേബിൾ. ഞാൻ ജനറൽ ആയിട്ട് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. Okay, so now continuing with our topic, which is drawing molecules. Covalent ഞാൻ നേരത്തെ പറഞ്ഞു, we can represent the covalent molecules using Lewis dot structures. Okay, dot structures വെച്ചിട്ട് നമുക്ക് represent ചെയ്യാം. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വാട്ട് ഇസ് വാലൻസി അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ പറയണം. സോ നമുക്കറിയാം, ഇലക്ട്രോൺസ്, ഒരു ഇലക്ട്രോൺസ് വിച്ച് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാർട്സ് ഇൻ ഡിഫറെന്റ് ഷെൽസ് അല്ലെ. KLMN ഇങ്ങനെ ഷെൽസിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ K is 2, പിന്നെ 8 അങ്ങനെ പോകുന്നുണ്ട്. സോ ഇലക്ട്രോൺസ് ഏറ്റവും നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് വരുമ്പോഴത്തേക്കും ലാസ്റ്റ് ഫില്ല് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഉള്ള ഷെല്ലാണ് നമ്മുടെ വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. ആൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ദാറ്റ് ഷെൽ, വാലൻസ് ഷെൽ, ഇസ് കോൾഡ് ആസ് വാലൻസി ഓഫ് ദാറ്റ് എലമെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഈ ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിന് വേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ. സിമ്പിൾ റെപ്രസെന്റ്സ് ദ കേർണൽ ഓഫ് ദി ആറ്റം. കേർണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ സെന്റർ അല്ലെങ്കിൽ കോർ, അതാണ് ഈ H അല്ലെങ്കിൽ ആ സിമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് ഡോട്ട്സ് റെപ്രസെന്റ് ദ വാലൻസ് ഇലക്ട്രോൺസ്. കണ്ടോ, എല്ലാ ഇലക്ട്രോൺസും അല്ല, ജസ്റ്റ് ദ വാലൻസ് ഇലക്ട്രോൺസ്. നോക്കിയേ, ഫോർ എക്സാമ്പിൾ ക്ലോറിൻ. ഈ ക്ലോറിൻ എടുക്കാം നമുക്ക്. ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ആർക്കെങ്കിലും പറയാമോ ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ? 17. 17. യെസ്, 17. അപ്പോ ഈ 17 എന്നുള്ളത് നമ്മള് എഴുതുമ്പോ എങ്ങനെയാണ് എഴുതുക? K ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്, ഇനി ബാക്കി L ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, അപ്പൊ ടോട്ടൽ ഇപ്പോ 10 ആയി. ഇനി ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട് M ഷെല്ലിൽ ഫിൽ ചെയ്യാൻ? 7 ഇലക്ട്രോൺസ്. സോ ദിസ് 7 ഇസ് കോൾഡ് ആസ് ദ വാലൻസ് ഇലക്ട്രോൺസ്. കണ്ടോ, അപ്പൊ 2 + 8 + 7 is 17. കണ്ടോ, ഈ 7 ഇലക്ട്രോൺസ് ആണ് ഞാനിവിടെ വരച്ചേക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു ട്രിക്ക് എന്ന് പറയുന്നത്, ദ വൺസ് പ്ലേസ് ഓഫ് ദി ഗ്രൂപ്പ് നമ്പർ ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഓൺ ദാറ്റ് ആറ്റം. ഇത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നിങ്ങൾക്ക് ഒരു എലമെന്റിന്റെ വാലൻസി അറിയത്തില്ല എന്ന് വിചാരിച്ചു, പക്ഷെ പീരിയോഡിക് ടേബിൾ നിങ്ങൾക്ക് അത്യാവശ്യം പിടുത്തമുണ്ട് എങ്കിൽ, സി ക്ലോറിൻ ഇപ്പൊ പറഞ്ഞ പോലെ ക്ലോറിൻ എന്താണ്? 17 ആണ്. 17 വൺസ് പ്ലേസിൽ എന്താണ്? 7 ആണ്. അപ്പൊ 7 ആണ് അതിന്റെ ബാലൻസ് ഇലക്ട്രോൺ നമ്പർ. ഇപ്പൊ ഓക്സിജന്റെ നോക്കിയേ, ഓക്സിജന്റെ നോക്കുവാണെങ്കിൽ ഓക്സിജന്റെ 16 ആണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ, അപ്പൊ 6 ആണ് അതിന്റെ നമ്പർ ഓഫ് വാലൻസ് ഷെൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാർബൺ നോക്കിയേ, കാർബണിന്റെ ഗ്രൂപ്പ് നമ്പർ ഇസ് 14, അപ്പൊ വൺസ് പ്ലേസിൽ 4, സോ 4 ഇസ് ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. അങ്ങനെ നിങ്ങൾക്ക് നോക്കാം. ഇനി എന്താണ്? ഈ വാലൻസ് ഇലക്ട്രോൺ വരയ്ക്കാനും ഒരു രീതിയുണ്ട്. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ഡ്രോൺ ടു ദ ടോപ്പ്, റൈറ്റ്, ബോട്ടം ആൻഡ് ലെഫ്റ്റ് ബിഫോർ പാരിങ് ദം. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ 7 ഇലക്ട്രോൺ ഉണ്ട്. ക്ലോറിന്റെ കേസ് തന്നെ എടുക്കാം നമുക്ക്. 7 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഫസ്റ്റ് 1, 2, 3, 4 ഇടും, പിന്നെ ഓരോന്നും നമ്മൾ പെയർ ചെയ്യും. അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടാൻ പറ്റത്തില്ല. ആദ്യം നമ്മൾ 4 ഇലക്ട്രോൺ ടോപ്പ്, ബോട്ടം, റൈറ്റ് ആൻഡ് ലെഫ്റ്റിൽ നമ്മൾ വരയ്ക്കും, എന്നിട്ടേ നമ്മൾ പെയർ ചെയ്യത്തുള്ളൂ. ഇങ്ങനെ വരയ്ക്കുമ്പോഴേ നമുക്ക് എത്ര ഇലക്ട്രോൺസ് അൺപെയർഡ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സോ ഇത് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് സെൻട്രൽ ആയിട്ടുള്ളത് എലമെന്റ് ആണ്, അതാണ് നമ്മുടെ കോറ്. പിന്നെ ഈ റെഡ് ഡോട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഡോട്ട് ആയിട്ട് നമ്മൾ വരയ്ക്കുന്നത് അതിന്റെ വാലൻസ് ഇലക്ട്രോൺ ആണ്. വാലൻസി കണ്ടുപിടിക്കാൻ സിമ്പിൾ മെത്തഡ് എന്താണ്? ഗ്രൂപ്പ് നമ്പറിന്റെ വൺസ് പ്ലേസ് എന്താണോ അതാണ് നമ്മുടെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. പിന്നെ ഈ വരയ്ക്കാനും ടോപ്പ്, ബോട്ടം, റൈറ്റും ലെഫ്റ്റും ആയിട്ടാണ് നമ്മൾ വരയ്ക്കുക. എന്നിട്ടേ നമ്മൾ ബാക്കി ഇലക്ട്രോൺസ് പെയറപ്പ് ചെയ്യത്തുള്ളൂ. എന്നിട്ട് ഓൾവേസ് റിമെമ്പർ, ആറ്റംസ് ആർ ട്രൈങ് ടു കംപ്ലീറ്റ് ദെയർ വാലൻസ് ഷെൽ. 2 will do. കാരണം എന്താണ്? ഹൈഡ്രജന്റെ കേസിൽ ആകെയുള്ളത് 2 ഇലക്ട്രോണേ ഉള്ളൂ അല്ലെ.
അപ്പൊ നമുക്കത് ഒക്ടറ്റ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ 8 ഇലക്ട്രോൺ ആണ്. ഹൈഡ്രജന് എവിടെ 8 ഇലക്ട്രോൺ? ആകെ ഉള്ളത് 2 ഇലക്ട്രോൺ, 1 ഇലക്ട്രോൺ ഉള്ളൂ ഹൈഡ്രജന് അല്ലെ. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 1 ഇലക്ട്രോൺ കൂടി മതി. കാരണം എന്താണ്? ഫസ്റ്റ് ഷെല്ലില് 1 ഇലക്ട്രോൺ, ഫസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ് ചെയ്യാൻ 2 ഇലക്ട്രോൺ അതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ 2 ആണ് അതിന്റെ കംപ്ലീറ്റ് ഇത്. അപ്പൊ 1 ആണ് അതിന്റെ വാലൻസി. 1 ഇലക്ട്രോൺ ഓൾറെഡി ഹൈഡ്രജൻ ഉണ്ട്, 1 ഇലക്ട്രോൺ കൂടി കിട്ടിയാൽ അത് കംപ്ലീറ്റ് ആവും. സോ 1 ഇസ് ദ വാലൻസി ഓഫ് ഹൈഡ്രജൻ. അപ്പൊ വാലൻസ് ഷെൽ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 വിൽ ഡു, ബട്ട് 8 ഇസ് ഗ്രേറ്റ്. നമ്മൾ 8 ആണ് എപ്പോഴും നോക്കേണ്ടത്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദ ആറ്റംസ് നീഡ് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ട്സ് ദേ ക്യാൻ മേക്ക്. കറക്റ്റ് അല്ലെ? ഇപ്പൊ നോക്കിയേ, ക്ലോറിന്റെ കേസിൽ നമ്മളെല്ലാം ക്ലോറിൻ വെച്ചതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സി, ക്ലോറിന്റെ കേസിൽ 7 ഇലക്ട്രോൺസ് ആയിരുന്നു അതിന്റെ വാലൻസ് ഇലക്ട്രോൺസ് അല്ലെ. അപ്പൊ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ഇലക്ട്രോൺ കൂടി വേണം? 1 ഇലക്ട്രോൺ കൂടി അല്ലെ. അപ്പൊ 1 ആണ് അതിന്റെ നമ്പർ ഓഫ് ബോണ്ട്സ്. ഇപ്പൊ കാർബൺ നോക്കിയേ, കാർബണിന്റെ കേസിൽ ദേവർ 4 ഇലക്ട്രോൺസ്, 4 ആയിരുന്നു അതിന്റെ വാലൻസി. അപ്പൊ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്രയും കൂടി വേണം? 4 ഇലക്ട്രോൺസ് കൂടി വേണം. അപ്പൊ മാക്സിമം നമ്പർ ഓഫ് ബോണ്ട്സ് ദാറ്റ് കാർബൺ ക്യാൻ മേക്ക് ഇസ് 4. ഇപ്പൊ നോക്കി ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ ആണ് വാലൻസി, 1 ഇലക്ട്രോൺ കൂടി കിട്ടിയാൽ അത് ഫുൾ ആയി. അപ്പൊ 1 ആണ്. ഹൈഡ്രജൻ ക്യാൻ ഓൺലി ഫോം 1 ബോണ്ട്. ബട്ട് ഓക്സിജൻ നോക്കിയേ, ഓക്സിജൻ വി ഹാവ് 6 ഇസ് ദ വാലൻസി. So 2 electrons കൂടി ഉണ്ടെങ്കിൽ 8 electrons ആയി അല്ലെ. So 2 is the number of bonds that can be made. So this is also an important point. എന്താണ്? The number of electrons the atom need is the total number of bonds they can make. Okay,